നമസ്കാരം. നമസ്കാരം. ഒരു വോട്ട് കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചതാണ് കേരളത്തിൽ തന്നെ വാണിമേൽ ഗ്രാമപഞ്ചായത്ത്. അതിലെ ഒരു വാർഡിലാണ് മുർഷിന മത്സരിച്ചത്, വിജയിച്ചത്. ഒരു വോട്ടിന് വാർഡ് ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല, പഞ്ചായത്ത് കൂടിയാണ് മുർഷിദയുടെ വിജയത്തിലൂടെ കരസ്ഥമാക്കിയത്. ഈ വിജയത്തിൻ്റെ അനുഭവവും. ആദ്യം തന്നെ എന്നെ വിജയിപ്പിച്ച 14-ാം വാർഡിലെ ജനങ്ങളോട് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്നെ വിശ്വസിച്ച് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചവർക്കാണ് നമ്മൾ ആദ്യം തന്നെ എല്ലാ കാര്യത്തിലും നന്ദി പറയേണ്ടത്. ഒരു വോട്ടിനാണെങ്കിൽ പോലും എനിക്കൊരു 1000 വോട്ട് എന്നുള്ള ഭൂരിപക്ഷത്തിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ മികച്ച ഭൂരിപക്ഷത്തോടെ എതിർ പാർട്ടി അവിടെ ജയിക്കുന്നതാണ്. മികച്ച ഭൂരിപക്ഷം വെച്ചാൽ ഒരു 200 സംതിങ് മുകളിൽ തന്നെ ഭൂരിപക്ഷം നേടുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നിരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയായിട്ട് നിന്നിരുന്നു. അവിടെ 11 വോട്ടിനായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ അനിയൻ കുഞ്ഞാലിക്ക അവിടുന്ന് തോറ്റത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വികസനം എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരാൾ ഇറങ്ങിയാൽ മികച്ച ഒരു ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നൊരു സാധ്യതയുള്ളൊരു സ്ഥലമാണത്. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ അതിൽ കുഞ്ഞാലിക്കാനെ ഒന്ന് മാനസികമായിട്ട് തളർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒന്ന് മറിഞ്ഞത് കൊണ്ട് അവിടെ തോറ്റുപോയത്. വീണ്ടും അവിടെ തന്നെ മത്സരിക്കാനും, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്, എന്താണ് അതിന് പിന്നിലുള്ള ഒരു ഊർജം എന്ന് പറയുന്നത് കുഞ്ഞാലിക്ക തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ മികച്ച ഭൂരിപക്ഷം നേടുന്ന സ്ഥലത്ത് കുഞ്ഞാലിക്ക വികസനം മാത്രം ഒരു കാഴ്ചപ്പാടിൽ ഇറങ്ങിയിട്ട് ഒരു 11 വോട്ടിന് മാത്രമേ അവിടുന്ന് തോറ്റിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം നമുക്കും എനിക്കും എൻ്റെ ഒരു കഴിവും കൂടി അതിൽ കൂട്ടിച്ചേർത്താൽ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പും, അതുപോലെ തന്നെ എൻ്റെ ബാക്കിലായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും പറഞ്ഞ പോലെ കുഞ്ഞാലിക്കയൊക്കെ നല്ല സപ്പോർട്ട് നിന്നുകൊണ്ടാണ് എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞതും ഈ ഒരു ഭൂരിപക്ഷത്തിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതും. സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു ധാരണ മുർഷിനക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മത്സരിക്കണം എന്നൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അനുകൂലിക്കുന്ന ഒരാളല്ല, എന്നും വിചാരിച്ച് വിമർശിക്കുന്ന ഒരാളുമല്ല. എനിക്ക് എല്ലാ പാർട്ടിയും ഒരുപോലെയാണ്. ഞാനൊരു പാർട്ടിയിൽ ഇപ്പോഴും നിന്നിട്ടില്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. എനിക്ക് എല്ലാ പാർട്ടിക്കാരും എല്ലാ പാർട്ടിയിലുള്ളവരും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ വേർതിരിച്ച് കാണാറുമില്ല. എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുന്ന ഞാൻ സ്വപ്നത്തെ പോലും കാണാത്തൊരു കാര്യവുമാണ്. എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്തിറങ്ങി മത്സരിക്കുന്നു, വോട്ട് പിടിക്കുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമല്ല സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വോട്ട് ചോദിച്ചെല്ലാം പോകുമ്പോൾ ഞാൻ വിചാരിക്കുക, എന്തിനായി പോകുന്നത്, ഒരു വീട്ടിലിരുന്നാൽ പോരെ, വോട്ട് കിട്ടൂലേ, അവരെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല, ഇപ്പോഴും നല്ലൊരു അറിവ് എനിക്കില്ല, എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. ഇപ്പോഴും ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിലുള്ള കഷ്ടപ്പാടുകളും സഹനങ്ങളും എല്ലാം അറിയുന്നത്. എന്നോടൊപ്പം ഇത്രയും ദിവസം ഈ ഒരു മാസക്കാലത്തോളം എന്നോടൊപ്പം പ്രവർത്തിച്ചൊരു അനേകം പേരുണ്ട്. അവർക്കാണ് കാര്യമായിട്ടുള്ള ഈ ഒരു വിജയത്തിനുള്ള അർഹത ഞാൻ കൊടുക്കുന്നത് തന്നെ. അവരെ എന്നോടൊപ്പം ഏതൊരു വഴിക്കും ഏതൊരു കുന്നും മലയും വരെ കയറാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അവർ മാത്രമാണ്. ആരാണ് പ്രചോദനം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ചേലക്കാടനാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം? കാരണം എന്ന് വെച്ചാൽ ചേലക്കാട് കുഞ്ഞമ്മദ്ക്കാന് പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. ഈ മരണത്തിന് ശേഷം കുറ്റം പറഞ്ഞവർ വരെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്കും കുറേ അനുഭവങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങളുണ്ട് അവരെ പറ്റിയിട്ട്. എനിക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടിയതാണ്. നമ്മൾ ഒരു എന്തൊരു കാര്യം ചെയ്തെന്നാൽ പോലും കുഞ്ഞമ്മദ്ക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു പൈസ ഉണ്ടായിട്ട് പോലും അല്ല, അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും അല്ല. എന്ന് വെച്ചാലും ബാക്കിയുള്ളവരെ സഹായിക്കുക, അവർക്ക് കുഞ്ഞമ്മദ്ക്കൊക്കെ കഴിയുന്ന പോലെ സഹായിക്കാതെ ഒരു വാർഡിൽ നിന്നല്ല, കുഞ്ഞമ്മദ്ക്കാൻ്റെ വാർഡിൽ നിന്നല്ല, ഈ ഒരു പഞ്ചായത്തിലുള്ളവരെ തന്നെ മൂപ്പര് കുറേ സഹായിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അവർക്ക് എന്തൊരു സഹായം ചോദിച്ചാലും പറ്റില്ല എന്നുള്ളൊരു മറുപടി കുഞ്ഞമ്മദ്ക്ക് ആരോടും പറയില്ല. ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റും, ഞാൻ ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു ആരും സഹായിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞമ്മദ്ക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വകയിൽ പൈസ ഉണ്ടാക്കിയിട്ട് അവരെ സഹായിക്കും. വോട്ട് പിടിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും നല്ല ഒരു അനുഭവം, ഏറ്റവും നന്നായിട്ടുള്ള ഒരു അനുഭവം, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, അതും തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള ഒരു അനുഭവം, അതിൽ നല്ലൊരു അനുഭവമായിട്ട് മുർഷിനക്ക് ഫീൽ ചെയ്തതാ? നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, അധികം വയസ്സുള്ള ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ പോകും. വീട്ടിൽ പോയാൽ മോളെ
എന്തായാലും ജയിക്കണേ എന്നെല്ലാം പറഞ്ഞ് കൈയെല്ലാം പിടിച്ച് നമ്മളൊക്കെ ഒരു മുത്തം തന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമാണ്. അവർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, വികസനം. കുറേ റോഡില്ലാത്ത ആൾക്കാരുണ്ട്, വലിയ തീരെ വയസ്സുള്ള ആൾക്കാർ റോഡില്ലാണ്ട് അവർ അസുഖങ്ങളായി വരുമ്പം എടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യം വരെ ഇവിടെയുണ്ട്, ഈ വാർഡിലുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടൊരു കാര്യമാണത്. അവർക്കെല്ലാം ഒരു വിശ്വാസം എന്നൊരു വിശ്വാസത്തിലെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മോള് വന്നിട്ടെങ്കിലും ഞങ്ങൾക്കൊരു റോഡ് കിട്ടണം, ഞങ്ങളെ ഈ അനീതിയിൽ നിന്ന് രക്ഷിക്കണം എന്നൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത്. അതെന്നെ എനിക്കൊരു സംഭവമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവരുടെ തന്നെയാണ്. ലീഗുകാർ കൂടുതലുള്ള ഒരു വാർഡാണ്. ആ വാർഡിൽ അതും ഒരു സ്ത്രീ എന്നുള്ള നില മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ ശക്തമായ വിമർശനം ഉണ്ടാവും, സൈബർ ആക്രമണം ഉണ്ടാവും. അതിനൊക്കെ എങ്ങനെ ആണ് പിടിച്ചു നിന്നത്? ഇതിനൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, ഊർജ്ജം ഇവിടുന്ന് കിട്ടുന്നു? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ടൈമിൽ തന്നെ എനിക്കെതിരെ നല്ല വിമർശനങ്ങൾ വന്നിരുന്നു. ആ ടൈമിൽ സൈബറിൽ തന്നെ ഫേസ്ബുക്കിലും അങ്ങനെ പല സോഷ്യൽ മീഡിയ ആപ്സിലും എന്നെ പറ്റിയിട്ട് പലതും എഴുതിയിട്ടുണ്ടായിരുന്നു. മൂത്തതിനെ ഇറക്കിയിട്ട് നടന്നിട്ടില്ല, പിന്നെ ഇല്ലേ ഇത് എന്നുള്ള രീതിയിൽ. ഈ ഇത് എന്ന് പരാമർശിക്കുന്ന ഒരു മനുഷ്യജീവിനെ എന്നുള്ള പോലും ഒരു വകവെക്കാതെയാണ് അവർ പരാമർശിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് എനിക്ക് കുറിച്ച് നൽകിയതും. ഈ പരാമർശിച്ചവർ ഞാൻ അതൊന്നും വില വെക്കാറില്ല, എന്നാലും ഇങ്ങനെ പറഞ്ഞവരൊക്കെ അതാണ് എനിക്കൊരു മോട്ടിവേഷനായിട്ട് കിട്ടിയത്. ഞാൻ ആദ്യം ജയിക്കണം എന്നുള്ള രീതിയിൽ ആയിരുന്നില്ല നിന്നത്. അവരൊക്കെ പറഞ്ഞു, എല്ലാവരും സമ്മർദ്ദം ചെലുത്തി. ആ ടൈമിൽ ഓക്കെ, ഇത്രയും പറഞ്ഞതല്ലേ, നിൽക്കാം, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം എന്നുള്ള രീതിയിൽ നിന്നതാണ്. പക്ഷെ ജയിക്കണം എന്നുള്ളൊരു ഊർജം വന്നതൊക്കെ ഈ പരാമർശങ്ങൾക്കും അതുപോലെ തന്നെ ഈ സൈബർ ആക്രമണത്തിന് തന്നെയാണ്. സൈബർ ആക്രമണം നേരിട്ടപ്പോൾ അതിനെ എതിർക്കാൻ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മുർഷിന പോയിട്ടില്ല, തങ്ങളുടെ പാർട്ടിയും പോയിട്ടില്ല. അതെന്താണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാൻ കാരണം? എനിക്ക് മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് ജയിക്കുന്നതിലൂടെയായിരുന്നു. ജയിച്ചിട്ട് മറുപടി കൊടുക്കണം, എനിക്ക് വികസനം എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയും എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയായിരുന്നു. ഈ വികസനം കൊണ്ടുവന്നിട്ട് അയ്യോ മുർഷിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്നുള്ള ഖേദം അവർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് വേറൊരു രീതിയിലും ഒന്നും എനിക്ക് എതിർക്കാൻ താല്പര്യമില്ലായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനുള്ള ഊർജം കുടുംബത്തിൽ നിന്നാണ് ലഭിച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ, പ്രത്യേകിച്ച് LDF നിന്നോ? ഊർജം കിട്ടിയെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. മുൻ മെമ്പർ ആവാൻ ആഗ്രഹിച്ചിട്ടും ഒരു മെമ്പർ ആകുന്നതിൽ ഉപരി ഒരു വികസനം എന്നുള്ള കാഴ്ചപ്പാടിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കുഞ്ഞാലിക്ക നിന്നത്. ആ ടൈമിൽ തന്നെ കുഞ്ഞാലിക്ക ജയിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും. കുഞ്ഞാലിക്ക ജയിച്ചാൽ ഒരു വികസനം എന്ന കാഴ്ചപ്പാടിന് ആ വാർഡിൽ മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് കുഞ്ഞാലിക്കാക്ക് ഒരു കുറഞ്ഞ വോട്ടിലൂടെ അത് സാധിക്കാതെ വന്നതോടുകൂടി അത് എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങിയത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മുർഷിദയുടെ ഒരു എൻട്രി ശരിക്കും സൈബർ ലോക ചർച്ച ഉണ്ടായതാണ്. സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് വന്ന ആ എൻട്രി, അതോടനുബന്ധിച്ചുള്ള സൈബർ ആക്രമണം, അതെങ്ങനെയാണ് മുർഷിന നേരിട്ടത്? ഞാൻ അങ്ങനെയൊന്ന് നേരിടാൻ മാത്രം എനിക്ക് അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പിനെ പറ്റി കുറേ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നവർ പറയട്ടെ എന്നുള്ള രീതിയിലേ ഞാൻ നിന്നിട്ടുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ ഇന്ന് ജയിക്കണം, ജയിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണെങ്കിൽ പോലും, കൂടുതൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ തന്നെ വീട്ടുകാരാണെങ്കിലും അതുപോലെ നാട്ടുകാരാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുറച്ചൊന്ന് തകർന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ജയിച്ചിട്ടൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെ അവഗണിച്ചതാണ് വിജയത്തിലേക്ക് എത്തപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മുർഷിനക്ക് തോന്നുന്നത്. മുർഷിനയുടെ വാർഡിൽ മുർഷിനക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ജില്ലാ പഞ്ചായത്തിൽ UDF ലഭിച്ചിട്ടുണ്ട്. മുർഷിനയുടെ സ്വന്തം കഴിവായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ UDF ഭരണം ഇവിടെ 20 വർഷമായിട്ടുണ്ട്. ഈ 20 വർഷത്തിൽ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ അവർക്ക് പഞ്ചായത്ത് ഇപ്പോൾ ലഭിക്കാതെ നിന്നതെന്ന് വെച്ചാൽ അവരുടെ വികസന കാഴ്ചപ്പാട് തന്നെയാണ്. വികസനം കുറവായതുകൊണ്ടാണ് ജനങ്ങൾ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്നത്. അത് സ്വതന്ത്രനായാലും വേറൊരു പാർട്ടി ആയാലും അവർ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടി നല്ലപോലെ വികസനം ഇവിടെ കാഴ്ചവെച്ചാൽ അവർക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ. അതിൽ മനുഷ്യർ ഈ പഞ്ചായത്ത് എന്നുള്ള ഒരു രീതിയിൽ ഇതൊരു പാർട്ടിയാണോ എന്ന് നോക്കില്ല, വ്യക്തിത്വത്തിന് മാത്രമേ നമ്മൾ വോട്ട് കൊടുക്കാറുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് ചിലപ്പം തെറ്റായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ വികസനം കുറവായതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ചാൻസ് കൊടുത്തിട്ട്
അവർ വിജയിച്ചാൽ എന്തെങ്കിലും വികസനത്തിൽ മാറ്റം ഉണ്ടാവുന്നുള്ള ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാവാം. അല്ലെ, മുർഷിന ഉപയോഗിച്ച മാജിക്കൽ ട്രിക്ക് എന്താണ് ഈ വിജയത്തിലേക്ക് എത്താൻ കാരണം? ഏത് രീതിയിലാണ് പ്രവർത്തനം നടത്തിയത്? മാജിക്കൽ ട്രിക്ക് ഒന്നുമില്ല. നമുക്ക് എല്ലാവരോടും ഒരുപോലെ നിൽക്കുക. ഈ പൈസക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അതുപോലെ വലിയ പഠിപ്പുള്ളവരെന്നോ പഠിപ്പില്ലാത്തവരെന്നോ എന്നുള്ള ഒരു മാറ്റി നിർത്തലും ഇല്ലാണ്ട് എല്ലാവരും ഒരുപോലെ, എനിക്ക് പേഴ്സണലി ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എല്ലാവരും ഒരുപോലെ, ഞാൻ കാണുന്നവരൊക്കെ ചിരിക്കുകയും ചെയ്യും, വർത്താനം പറയാൻ പറ്റുന്നവരോട് വർത്താനം പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു വ്യക്തിത്വം കൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് വിജയം കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഏത് പാർട്ടി ആണെങ്കിലും വ്യക്തിത്വം നന്നായിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു വോട്ട്, ആ ഒരു വോട്ട് എന്നുള്ള ഒരു പോസ്റ്റൽ വോട്ടുമാണ്. അതെ. ആ 7 പോസ്റ്റൽ വോട്ട് മുർഷിനെ കിട്ടി, 5 വോട്ട് UDF സ്ഥാനാർത്ഥി കിട്ടി, ഒരു വോട്ട് അസാധുവായി. ഒരു വോട്ടിനെ കുറിച്ച് അല്ല, കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ആ ഒരു വോട്ട് മാറിയതിനെ കുറിച്ച് മുർഷിനൊക്കെ എന്താ തോന്നുന്നു? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ജയിക്കും എന്നുള്ള കാര്യം. നല്ല ടൈറ്റ് മത്സരമായിരുന്നു. 14-1 വാർഡിലും 17-ാം വാർഡിലുമായിരുന്നു നല്ല ടൈറ്റ് മത്സരം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരു വോട്ടിനടുപ്പിച്ച് വരെ നല്ല വിജയിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വോട്ടിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചാൽ പിന്നെ തോറ്റുപോയാൽ സങ്കടപ്പെടുമോ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിട്ടുമില്ല, അതിലുപരി തോൽക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഈ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്ത ഒരു വ്യക്തിയെങ്കിലും അതിൽ നിന്നും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു വോട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ വോട്ട് ചെയ്ത ഓരോ വ്യക്തിക്കും പേഴ്സണലി ഞാൻ എൻ്റെ നന്ദി അവരോട് അറിയിച്ചിട്ടുണ്ട്. കഴിയുന്നവരെ, കിടപ്പിലായ രോഗികൾ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, മരിക്കാനായവരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്, കിടപ്പിലായ രോഗികളെ വീട്ടിൽ പോയിട്ട് അവരെ പ്രത്യേകം സന്ദർശിച്ചു. അവർക്ക് പ്രത്യേകം നന്ദി വന്നതിന് ശേഷം കിടപ്പിലായ രോഗികൾ അവർക്കൊരു റിസ്ക് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വോട്ട്, അവരൊരു വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തോക്കുമായിരുന്നു. അതുകൊണ്ട് അവരെ പ്രത്യേകം വീട്ടിൽ കണ്ടു, അവരോട് സംസാരിച്ചു, സ്നേഹം പ്രകടിപ്പിച്ചു, നന്ദി അറിയിച്ചു, എന്നിട്ടാണ് തിരിച്ചു വന്നത്. ഇതിൽ UDFന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വോട്ടുകൾ നന്നായിട്ട് താങ്കൾക്ക് കിട്ടിയെന്ന് കരുതുന്നു? നമുക്ക് എല്ലാ വിഭാഗക്കാരുടെയും കിട്ടിയെന്നാണ് ഞാൻ അറിയുന്നത്. അതിലുപരി എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അത് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി CK സുബൈർ ആ വാർഡിന്റെ തൊട്ടടുത്ത വാർഡുകാരനാണ്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MK മുസമാഷ് ആ വാർഡുകാരനാണ്. അവരുടെയൊക്കെ തട്ടകത്തിൽ ഒരു LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറയുമ്പോൾ നേതാക്കൾക്ക് അതൊരു ക്ഷീണമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് തോന്നുന്നവർക്കല്ലേ അവർ വോട്ട് ചെയ്യുക. അതിൽ നേതാക്കന്മാർ എന്ത് ചെയ്യാനാണ്? ജനങ്ങൾക്ക് അവർക്കൊരു വികസനം എന്ന കാഴ്ചപ്പാടിൽ ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നും, അവർ ചെയ്യും. അതിൽ നേതാക്കന്മാർ എന്ത് പിഴച്ചു? അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്തുണ LDFന്റെ പിന്തുണയായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ LDFന്റെ പിന്തുണയിൽ തന്നെ നിന്നത് കൊണ്ട് തന്നെ അധികം പേർക്ക് പിന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് എന്നെ അങ്ങാടിയിൽ നിന്ന് വരെ പോകുമ്പോൾ എല്ലാം, എന്നെ ടൗണിൽ നിന്ന് പോകുമ്പോൾ എല്ലാം ആൾക്കാർ നോക്കുന്നത് പോലും എന്നെ ഏതോ ഒരു ജീവി എന്നുള്ള ഒരു രീതിയിലാണ് നോക്കിയത്. പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ മാത്രം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആളുകൾ സ്വീകരിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ ഈ നമ്മളെ അയൽ ജില്ലയായ കണ്ണൂര്, അതുപോലെ മലപ്പുറം, അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒന്നും പറയില്ല, നമ്മൾ കോഴിക്കോട് ടൗണിൽ വരെ നമ്മുടെ ഈ LDF എന്നും UDF എന്നും പറയുമ്പോൾ എല്ലാ മതക്കാരും ഒത്തുചേർന്നതാണ്. നമ്മുടെ ഈ മല ഏരിയയിലേക്ക് വരുമ്പോൾ LDF എന്ന് പറഞ്ഞത് ഹിന്ദുക്കളുടെ ഒരു വിഭാഗമായിട്ടും, UDF അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്നുള്ള വിഭാഗമായിട്ടും, അതിൽ നിന്ന് മാറിയാൽ ഒരു വോട്ട് കൊടുത്താൽ മതം തന്നെ മാറും, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്താവും എന്നുള്ള ഒരു ചിന്തയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതൊന്ന് മാറിക്കിട്ടുന്ന നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. പാർട്ടി ചിഹ്നത്തിന് മത്സരിക്കാതെ LDFന്റെ പിന്തുണ മാത്രം സ്വീകരിച്ചതിന്റെ പിന്നിലെ കെമിസ്ട്രി എന്താണ്? കാരണം വെച്ചാൽ ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല. എനിക്ക് ഒരു പാർട്ടിയും ഞാനിപ്പോൾ കയറാനും ആഗ്രഹിക്കുന്നില്ല. ഇനി എന്താവുന്നല്ല എനിക്കറിയില്ല. നമ്മൾ മനുഷ്യരല്ലേ, ചിലപ്പോൾ മാറും. ഇപ്പം എനിക്ക് ഒരു പാർട്ടിയിലേക്കും അംഗത്വം കൊടുക്കാനുള്ളൊരു സാഹചര്യമില്ല. അതായത് ഞാൻ പ്രിപ്പയർഡ് അല്ല ഒന്നിലും, ഒരു പാർട്ടിയിലും. മുമ്പിലുള്ള ലക്ഷ്യം വാർഡിലെ വികസനം മാത്രമാണ്. വാർഡിലെ വികസനവും അതുപോലെ തന്നെ എല്ലാ വാർഡിലും എന്നെ കൊണ്ട് കഴിയുന്ന എന്താണോ, ആര് ആവശ്യപ്പെട്ടാലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അത്രേ ഉള്ളൂ. അത് നമ്മുടെ വാർഡിൽ മികച്ചൊരു വികസനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു വാണിമേൽ പഞ്ചായത്തിലെ മികച്ചൊരു വാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. മുർഷിനയുടെ ജയം കൊണ്ടാണ്
വാണിമേൽ പഞ്ചായത്ത് LDF ലഭിച്ചത്. അതെ, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കാരണം ഒരാൾക്കൊരു പഞ്ചായത്ത് തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ വലിയൊരാളായ പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ഒരു വോട്ട് കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. LDF നല്ല പരിഗണന നൽകി എന്ന് തോന്നുന്നുണ്ടോ? നല്ലപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഊണും ഉറക്കം ഇല്ല എന്നുള്ള പറയുന്നത് പോലെ തന്നെ നല്ലപോലെ അവിടെ പ്രവർത്തിച്ചൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്നോടൊപ്പം അവർ തന്നെയാണ് വോട്ട് പിടിക്കാനും എല്ലാ കാര്യത്തിനും വന്നത്. ഇതിൽ വിജയത്തിൽ പ്രധാന കാരണമായിട്ട് തോന്നുന്നത് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും. അതെ, വികസനം കാഴ്ചവെക്കാത്തത് കൊണ്ടാണ് വോട്ട് പഞ്ചായത്ത് തന്നെ അവർക്ക് നഷ്ടമായി എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ നമ്മളെ ഒരു വികസനം കൊടുത്താൽ മാത്രമേ പഞ്ചായത്ത് നമ്മുടെ കയ്യിൽ നിലനിൽക്കുള്ളൂ. ഈ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ വികസനങ്ങൾ എന്തൊക്കെയാണ് സങ്കല്പത്തിലുള്ളത്? സങ്കല്പത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ആദ്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ വയസ്സുള്ള ആൾക്കാരുണ്ട്, അവർക്ക് റോഡില്ലാണ്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് ആദ്യം ഒരു റോഡ് എന്നുള്ള രീതിയിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടാൽ മാത്രമല്ലേ ബാക്കിയുള്ള വികസനം കിട്ടുള്ളൂ. വികസനം എന്നത് തന്നെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങണം എന്ന കാര്യമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. താഴെ തട്ടിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ വികസനം എന്ന കാര്യത്തിന് ഒരു അർത്ഥവത്തായിട്ടുള്ള വരുന്നുള്ളൂ. പൈസക്കാർക്കും അതുപോലെ തന്നെ നല്ല ആവുന്നവർക്കും വികസനം കൊടുത്തിട്ട് അതൊരു വികസനം നമുക്ക് പറയാനാവില്ല. അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് തുടങ്ങണം. LDFും UDFും ആണ് ഈ മത്സരത്തിൽ ശക്തമായ സാന്നിധ്യമായി ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെറുപ്പ് തോന്നിയ ആരെങ്കിലും UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ പേഴ്സണലി ആരോടും ഒരു വെറുപ്പും ഇല്ല. അതുപോലെ എനിക്കൊരു ബുദ്ധിമുട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ അറ്റാക്ക് നടന്നതോടുകൂടി ചില ലീഗിന്റെ നേതാക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ അവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവർ കാരണമാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതും. അവരൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അവരോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത്. ഞാൻ ഈ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ചതും അവർ പറഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഒരു പരാമർശം നടത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വരെ ഇരിക്കാൻ കഴിഞ്ഞത്. അവരോട് ആദ്യം നന്ദി പറയാനുള്ളത്, അല്ലാണ്ട് എനിക്ക് ഒരു വെറുപ്പും ഒന്നുമില്ല. അവരുടെ ആ പ്രയോഗമാണ് വിജയത്തിലേക്ക് എത്തിച്ച് എന്നുള്ള ഒരു അഭിപ്രായമാണ്. അതെ, ആ നേതാക്കളോടാണ് നന്ദി പറയാനുള്ളത്. ഒരു വോട്ടിന് ജയിച്ച കോടിയുറയിൻ്റെ മികച്ച വിജയം നേടിയ മുർഷിന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകാൻ വരെ സാധ്യതയുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഇൻഷാ അല്ലാ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനാവില്ലല്ലോ. സത്യപ്രതിജ്ഞയുടെ സമയത്തല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാ ഇങ്ങനെ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, ഒന്നും പറയാനാവില്ല. ഏതായാലും നാടിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല നേട്ടങ്ങൾ നടത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭാവി ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് രാഷ്ട്രീയ മേഖലയിലും താല്പര്യപൂർവ്വം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഭാവി ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് രാഷ്ട്രീയ മേഖലയിലും താല്പര്യപൂർവ്വം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓക്കെ.